നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് റെസിപ്പി പറഞ്ഞു തരട്ടെ. ഭയങ്കര ഈസിയാണ് കേട്ടോ. അതുപോലെ തന്നെ കിടിലൻ ടേസ്റ്റുമാണേ. ഞാനിവിടെ 2 എഗ്ഗ് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ദാ ഇതുപോലെ അതിലേക്ക് കുറച്ച് സവാള, സവാളൻ്റെ ഒരു ചെറിയ പീസൊക്കെ മതി കേട്ടോ. കുറച്ച് ക്യാപ്സിക്കം, അതുപോലെ തന്നെ ക്യാരറ്റ് എല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്യുക. പിന്നെ കുറച്ച് ഗരം മസാല, ചില്ലി ഫ്ലേക്സ്, ഇതെല്ലാം നമ്മളെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഓരോരുത്തരുടെ ഇഷ്ടമാണ്. പിന്നെ കയ്യിലുണ്ടെങ്കിൽ കുറച്ച് ഒറിഗാനോ ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ കുറച്ച് മല്ലിയില ചേർത്ത് കൊടുത്തോ. ആവശ്യത്തിന് ഉപ്പ്, ഒരു 2 ടീസ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ അതൊന്ന് നമുക്കൊന്ന് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു 2 പീസ് ബ്രെഡ് കേട്ടോ, അതും കൂടെ ചേർത്തിട്ട് ഒരു മിക്സ് ആക്കി എടുക്കുക. കറക്റ്റ് ആയിട്ടില്ലെങ്കിൽ ആവശ്യത്തിന് ബ്രെഡ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരുപാട് സോസും കാര്യങ്ങളൊന്നും ചേർത്ത് കൊടുക്കണ്ട, പാകത്തിന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടും. ഇനി എഗ് റോൾ ആക്കിയിട്ട് എടുക്കുക കേട്ടോ. ഇതുപോലെ നമുക്കിഷ്ടമുള്ള ഷേപ്പിലൊക്കെ ആക്കിയിട്ട് എടുക്കുക. ഇതുപോലെ ഞാൻ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയില്ലേ ബ്രെഡ് പീസസ് എടുക്കുക, ഒന്ന് ജസ്റ്റ് ആവി കയറ്റിയിട്ട് എടുത്തോ. അപ്പോൾ ഇങ്ങനെ പൊട്ടിപ്പോകാനുള്ള ചാൻസ് കുറയുവേ. ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തെടുക്കുക. എണ്ണയിലൊന്നും ഫ്രൈ ചെയ്ത് എടുക്കേണ്ടാത്ത സ്നാക്കാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തിയും അല്ലേ, കുറേ സമയവും വേണ്ട കേട്ടോ. നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റുന്ന ഒരു മിക്സും അല്ലേ. ഇനി ഇതാ ആ ഒരു എഗ് റോളില്ലേ, അത് നമ്മൾ ബ്രെഡ് പീസിലേക്ക് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ അറ്റം ഭാഗത്ത് നമുക്ക് മൈദ വെച്ചിട്ടോ അല്ലെങ്കിൽ എഗ്ഗ് വെച്ചിട്ടോ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് റോൾ ആക്കിയിട്ട് എടുക്കുക. അത് അവിടെ സ്റ്റിക്കി ആയിട്ട് നിന്നോളൂ കേട്ടോ. ആ ഒരു എൻഡ് ഭാഗത്ത് നമ്മൾ എഗ്ഗ് ചേർത്ത് കൊടുത്തതുകൊണ്ട്. ഇനി എഗ്ഗിൽ ഡിപ്പ് ചെയ്തിട്ട് ഇതുപോലെ ഫ്രൈ പാനിൽ 1-2 ടീസ്പൂൺ ഓയിലാക്കിയിട്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഓയിലും അവോയ്ഡ് ചെയ്തിട്ട് വെറുതെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താലും മതി കേട്ടോ. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ആക്കിയിട്ടെടുക്കുക. പിന്നെ ഈ ഒരു എഗ്ഗിൽ ഡിപ്പ് ചെയ്യണമെന്നില്ല, അല്ലാണ്ട് വെറുതെ തന്നെ ഇതുപോലെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്താലും മതി കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കുക. ഫുൾ വീഡിയോൻ്റെ ലിങ്ക് നമ്മൾ ചാനൽ ഇട്ടിട്ടുണ്ട്, ആവശ്യമുള്ളവർ കണ്ടു നോക്കുക. അപ്പോൾ ഇന്നത്തെ ഇഫ്താറിന് ഇത് തന്നെയല്ലേ.